പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയാണ് ഇടാറുള്ളത്. വീഡിയോ ആയിട്ട് ചെയ്തിടാനുള്ള കാരണം, ഇന്ന് വളരെ വേദന തോന്നുന്നു, വളരെ സങ്കടകരമായി പോയൊരു വാർത്തകൾ. അത് മറ്റൊന്നുമല്ല, ഒരു ട്രാൻസ് പീപ്പിളിനെ, ഒന്നല്ല 2 പേരെ എറണാകുളത്ത് വെച്ച് വളരെ ക്രൂരമായി ആക്രമിച്ച്, അതും ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ട് കാലുകളൊക്കെ ചതഞ്ഞ് കിടക്കുന്ന ഫോട്ടോയാണ് നമ്മളത് കണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ് അത്തരത്തിലൊരു വിവേചനം സമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്നത്? ഇല്ലെങ്കിൽ അവരും മനുഷ്യരല്ലേ? ആ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ അവർക്ക് കിട്ടേണ്ടതല്ലേ? അവരും മനുഷ്യരാണ്. അവർക്ക് ഈ ഭൂമിയിൽ മറ്റ് പക്ഷമൃഗാദികളെ പോലെയൊക്കെ തന്നെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അവരെയും നിലനിർത്തുന്നത് പ്രകൃതി തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ കാഴ്ച കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്താണ് അവർ ഈ രീതിയിൽ ആക്രമിക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ ഈ ട്രാൻസ് പീപ്പിളിന് വേണ്ടിയിട്ട് പലപ്പോഴും എഴുതാറുണ്ട്. അവരുടെ നൊമ്പരങ്ങൾ, ഒരു സ്ത്രീ ശരീരത്തിനുള്ളിൽ ഒരു പുരുഷൻ്റെ മനസ്സുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പുരുഷ ശരീരത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മനസ്സും പേര് ജീവിക്കുക, എത്ര ഭയാനകമായൊരവസ്ഥയാണ്. അത് അവരുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല, അവരുടെ ഹോർമോണിൻ്റെ ഭാഗമായിട്ട് അവരിൽ സംഭവിക്കുന്ന ജനിതകമായൊരു തകരാറാണ്. അത് നമ്മളുടെ ഒരു പുരോഗമനാശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സമൂഹത്തിന് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുന്നു. അവരും നമ്മളുടെ സഹോദരങ്ങളാണെന്നുള്ള ഭാവയിൽ ആ കമ്മ്യൂണിറ്റി അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറായി. ഇന്ന് കേരളത്തിൽ അത്തരം ഒരുപാട് പേര് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൂടി കടന്നു വന്നിട്ടുണ്ട്. പലർക്കും അവർ അർഹിക്കുന്ന സ്ഥാനങ്ങൾ തന്നെ സമൂഹം നൽകിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു പേഴ്സണെ കാണുമ്പോൾ അവർ ആക്ഷേപങ്ങൾക്ക്, കളിയാക്കലുകൾക്കൊക്കെ വിധേയമാകുകയും വീടും കുടുംബവും സമൂഹവും ഒക്കെ അവർ ബഹിഷ്കരിക്കുമ്പോൾ അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പലായനം ചെയ്തിട്ട് ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, ആ തെരുവുകളിലൊക്കെ പോയി ജീവിക്കുന്ന കാഴ്ചകൾ. അവിടെ ഇവർ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ തന്നെ ചെയ്യുന്നത് വളരെ പ്രാകൃതമായിട്ടായിരുന്നു. മൂർച്ചയുള്ള കത്തി കൊണ്ടായിരുന്നു ഒന്ന് ലിംഗം ഛേദിച്ചിരുന്നതെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ പ്രാകൃതതയൊക്കെ മാറി ഇപ്പോൾ അവരിൽ അന്ന് പലരും മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള ചില പീപ്പിൾസിന് സ്ത്രീയാകാനുള്ള ആഗ്രഹം കൊണ്ട് അവർ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ പലരും നമ്മുടെ സമൂഹത്തിൽ വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഭാഗമാകാൻ വേണ്ടിയിട്ട് ഈ സെക്സ് വർക്ക് ചെയ്യുന്നവരും ഉണ്ട് ഇവർക്കിടയിൽ. വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന കുടുംബവും സുഹൃത്തുക്കളും സമൂഹവും ഒക്കെ ബഹിഷ്കരിച്ച ആൾക്കാർ സെക്സ് വർക്ക് ചെയ്യുന്നവരുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ആ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് സർക്കാർ ഒരു പുനരധിവാസം കൊണ്ടുവന്നിട്ട് മെട്രോയിൽ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്തിരുന്നു. പലരും അത് പിന്നീട് അതൊരു ചെറിയ വരുമാനമാണ് എന്ന് കരുതിയിട്ട് വിട്ടുപോയവരുണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ പുനരധിവാസം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായും സക്സസ് ആയിട്ടില്ല. കാരണം ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞ് ഒരു പഠന വിധേയമായി അവർക്ക് വേണ്ടി മാത്രം ഒരു എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിച്ച് ചെയ്യുവാൻ നമ്മുടെ സർക്കാരിന് കാരണം അങ്ങനെ ഒരു 3ാം ലിംഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയും കൂടി സ്നേഹത്തോടു കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം അവരും മനുഷ്യരാണ്. വളരെ ഭയാനകവും ഭീതിജനകവുമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കൊച്ചി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് വളർന്നു കഴിഞ്ഞു. ആ കൊച്ചിയുടെ രാത്രികളിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല ഇതേപോലെ സെക്സ് വർക്ക് ചെയ്യാൻ വരും. അവർക്കിടയിലേക്ക് അവരുടെ വേഷധാരികളായിട്ടുള്ള റോബറി ചെയ്യുന്ന മോഷ്ടാക്കൾ വരെ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണെന്നുള്ള വ്യാജേന പലരും റോബറി ചെയ്യുന്നുണ്ട്. ഇരുളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിലെ പേഴ്സ് പിടിച്ച് പറിക്കുക, ഇല്ലെങ്കിൽ മൊബൈൽ പിടിച്ച് പറിക്കുക, എന്നിട്ട് അത് കൊടുത്താലേ, നമ്മൾ പണം കൊടുത്താലേ അവർ നമ്മൾ വിടൂ എന്നുള്ള രീതിയിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞ, അനിലെ, ഇങ്ങനെയൊക്കെ ഈ സിറ്റിയിൽ നടക്കുന്നുണ്ട്, അതിപ്പോൾ ശ്രദ്ധിക്കാനും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ആരുമില്ല. അപ്പോൾ അത്തരം ചില ഇരുളിലൊക്കെ കുറേ ആൾക്കാർ സ്ത്രീ വേഷം കെട്ടി വന്ന് നിന്നിട്ട് അവർ കായികമായിട്ട് പുരുഷന്മാർ, അവർ 5-6 പേരും കാണും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അതുവഴി പോകുമ്പോൾ എന്തെങ്കിലും ഇത് പറയുകയാണെങ്കിൽ അവർ പിടിച്ച്
പിടിച്ചൊരിടത്തേക്ക് കൊണ്ടുപോവുക, അവരുടെ കയ്യിൽ നിന്നുള്ള പണം റോബറി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെ ആ ഒരു ക്രമസമാധാനം ഇല്ലെങ്കിൽ ആ സിറ്റിയുടെ സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്. എത്ര ഈ പീപ്പിൾസ് ഇവിടെയുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റി കാർഡുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് കൃത്യമായി അത് ഉറപ്പുവരുത്തണം. കാരണം ഇതിൻ്റെ പിന്നിൽ റോബറി വരെ നടക്കുന്നു, ഭയങ്കരമായ പിടിച്ചുപറികൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഏതെങ്കിലും പിടിച്ചുപറിക്ക് വിധേയപ്പെട്ട ഒരാളാണോ ഈ കുട്ടിയെ ആക്കുന്നത്? ആ കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നി. ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങേയറ്റം വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അത്തരത്തിലൊരാളാണോ ഈ കുട്ടിയെ ആക്രമിക്കുവാൻ തയ്യാറായത് എന്ന് കൂടി പരിശോധിക്കണം. ഇതിനു മുമ്പും ആലുവ കേന്ദ്രീകരിച്ച് ട്രാൻസ്ജെൻഡർ പീപ്പിൾ കൊല്ലപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സാമൂഹിക അംഗീകാരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അവർ മനുഷ്യരാണ്, അവരുടെ നിസ്സഹായത വേദനയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയുണ്ടാകുകയാണ്. ഇതിനകത്തേക്ക് ഈ സ്ത്രീവേഷം ധരിച്ചിട്ട് രാത്രി കാലങ്ങളിൽ സിറ്റിയുടെ പല തെരുവുകളിലും കേന്ദ്രീകരിച്ച് നിന്ന് റോബറി ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് പരിശോധിക്കണം. എന്നിട്ട് പോലീസ് സിറ്റിയിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തണം. അത് പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ ഇതുപോലുള്ള പാവങ്ങളെ തല്ലി ചതയ്ക്കുവാൻ, ഇല്ലെങ്കിൽ അത് ചതയ്ക്കുമ്പോൾ അതിന് കൂട്ടു നിൽക്കുന്നത് പോലെ ആ നിസ്സംഗത, അപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക, എന്ത് മനുഷ്യ മനസ്സാക്ഷിയുള്ളവർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ്. ഓക്കെ.